മമ്മിയെ കാണുവാനില്ല. കാണക്കാരിയിൽ കഴിഞ്ഞ ദിവസം യുവതിയെ കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളിയ ഭർത്താവിനെതിരെ പോലീസ് കേസെടുക്കുന്നത് യുവതിയെ കാണുവാനില്ലെന്ന്, മമ്മിയെ കാണുവാനില്ലെന്ന് പറഞ്ഞ് മക്കൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിന് പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധമാണ് ഈ അതിനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദ്യം ചെയ്താണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത്. അദ്ദേഹം പല വിദേശ വനിതകളുമായിട്ടുള്ള ബന്ധം, ആ വനിതകളുമായി അദ്ദേഹം വീട്ടിൽ വരികയും വീട്ടിൽ അദ്ദേഹം യഥേഷ്ടം അദ്ദേഹത്തിൻ്റേതായ സ്വതന്ത്രമായൊരു ജീവിതം നയിക്കുകയും ചെയ്തപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഭാര്യ ഭർത്തൃബന്ധത്തിലുണ്ടായ വിള്ളലുകൾ ഒരു വലിയൊരു കൊലപാതകത്തിലേക്ക് ആ വീട്ടമ്മയുടെ ജീവിതം കൊണ്ടെത്തിച്ചു. അവർക്ക് ജീവിതം നഷ്ടമായി. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രവണതകൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല സ്ഥലങ്ങളിലും ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വഴി പരിചയപ്പെടുന്ന പല യുവതികളുമായിട്ടും യുവാക്കളായിട്ടും ഒക്കെ പലർക്കും പല ബന്ധങ്ങൾ ഉടലെടുക്കുന്നു. ഇത്തരം ബന്ധങ്ങൾ ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ ആണെങ്കിൽ പോലും പലർക്കും സുഹൃത്തുക്കൾ എന്ന നിലയിൽ തങ്ങാനും യഥേഷ്ടം തങ്ങളുടെ വിചാരങ്ങളൊക്കെ പങ്കുവയ്ക്കാനും കിടപ്പറകൾ പങ്കിടാനും ഒക്കെയുള്ള അവസരങ്ങൾ ധാരാളമാണ്. നമ്മുടെ വിദേശമായൊരു സംസ്കാരത്തിലേക്ക് കടന്നു ചെല്ലുന്ന രീതിയിലാണ് നമ്മുടെ കോടതി നിയമങ്ങളുമൊക്കെ ചെന്നെത്തി നിൽക്കുന്നത്. അങ്ങനെ പല ബന്ധങ്ങളിലും വലിയ തോതിലുള്ള വിള്ളലുകളാണ് വീഴുന്നത്. പല ബന്ധങ്ങളും തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യത്തിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വിവാഹേതര ബന്ധങ്ങൾക്ക് വലിയ തോതിലുള്ള കുതിപ്പാണ് ഇന്നത്തെ സമൂഹത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തും ഇങ്ങനെയുള്ള പ്രവണതകൾക്ക് ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു വാർത്ത സൃഷ്ടിക്കുന്ന ശൂന്യത, അല്ലെങ്കിൽ ഈ ഒരു വാർത്ത സൃഷ്ടിക്കുന്നത് ഇനി അങ്ങോട്ട് ഇതേപോലുള്ള വാർത്തകൾക്കുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. പലയിടത്തും ഇതുപോലുള്ള ബന്ധങ്ങളും അതേ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഉടലെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരം സംഭവങ്ങളൊക്കെ ഇനിയും ആവർത്തിക്കാതെ ഇരിക്കാൻ പരസ്പര ബന്ധം, പരസ്പര വിശ്വാസം, പരസ്പര സ്നേഹം എന്നിവ എല്ലാവരുടെ ഇടയിലും വളരുക തന്നെ വേണം. ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കുകയും അവർ തമ്മിൽ നല്ല ഒരു ബന്ധം അവരുടെ ഇടയിൽ ഉണ്ടാകുകയും ചെയ്താൽ പല ബന്ധങ്ങളും ഇതുപോലുള്ള പല കൂട്ടുകെട്ടുകളും പലരുടെ ജീവിതത്തിലേക്കും കടന്നു വരികയില്ല. അത്തരം ബന്ധങ്ങളെ ഒഴിവാക്കാൻ നല്ലൊരു സ്നേഹം, നല്ലൊരു കുടുംബം എന്ന ഒരാശയം ഓരോ മനുഷ്യരുടെ ഇടയിലും വലിയ തോതിൽ ഉടലെടുക്കുക തന്നെ വേണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ പല ബന്ധങ്ങളും നിലനിന്ന് പോകുകയുള്ളൂ. കാരണം സ്നേഹം നിഷേധിക്കപ്പെടുമ്പോഴാണ് പല മാർഗ്ഗങ്ങൾ തേടി പല മനുഷ്യരും യാത്ര ചെയ്യുന്നത്. അത്തരം നിഷേധിക്കപ്പെടുന്ന സ്നേഹമല്ല, സ്വീകരിക്കപ്പെടേണ്ട സ്നേഹമാണ് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഉണ്ടാകേണ്ടത്. പരസ്പര സ്നേഹം, പരസ്പര വിശ്വാസം, പരസ്പര ബഹുമാനം, ഇതൊക്കെ ഓരോ മനുഷ്യനും വളർത്തിയെടുക്കുക. അങ്ങനെ വളർത്തിയെടുക്കുമ്പോഴാണ് ജീവിതത്തിന് ഒരു വലിയ മൂല്യമുണ്ടാകുന്നത്.